ഇത് പിന്നെ ജയനഗർ തിലക് നഗറിൽ ഒരു കോണ്ടിനെൻ്റൽ ഷോപ്പാണ്. കോണ്ടിനെൻ്റൽ ഷോപ്പ്, ചെറിയൊരു കോണ്ടിനെൻ്റൽ ഷോപ്പ്. കുറേ ആളുകൾ ചോദിക്കുന്നതാണ് കോണ്ടിനെൻ്റൽ ഷോപ്പിനെ കുറിച്ച്. കോണ്ടിനെൻ്റൽ ഷോപ്പുണ്ട് നോക്കിയാൽ ഒരു നമ്മളെ ഹോൾസെയിൽ ബൈക്കൊക്കെ പിന്നെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. കിട്ടുന്ന യൂസ്ഡ് ബൈക്കുകളൊക്കെ വിൽക്കുന്ന വലിയൊരു മാർക്കറ്റാണ് ഈ മറ്റേ ഈ തിലക് നഗർ. തിലക് നഗറിൽ നമ്മളെ സാഗർ ഓട്ടോമൊബൈൽസിൻ്റെ ഒക്കെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ റൂമിലെ പിന്നെ ഒരു ഇതാണ്, എന്താ പറയുക, പിന്നെ കോണ്ടിനെൻ്റൽ ഷോപ്പാണ്. ചായ, ബിസ്ക്കറ്റ് ഇതായിട്ടുള്ളത്. മേൽവാടൊക്കെ കൊടുക്കണേ. ഒരു 50 ഉറുപ്പ്യ ഡെപ്പോസിറ്റും മുപ്പര് ചോദിക്കുന്നത്, 900 ഉറുപ്പ്യ വാടകയ്ക്ക് ഇത് ചോദിക്കുന്നത്. പിന്നെ കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്ത കച്ചവടം നടക്കും. ഇപ്പോൾ ഒരു 8 ഉറുപ്പ്യ 10 ഉറുപ്പ്യൻ്റെ കച്ചവടം ഇപ്പോൾ ഉള്ളത്. അതായത് 3000 ഉറുപ്പ്യ സിഗരറ്റും ഒരു 7 ലിറ്ററിൻ്റെ പാലും 7 ലിറ്ററിൻ്റെ പാലിൻ്റെ ചായയും പോകുന്നുണ്ട് ഇവിടെ. അതൊരു 10 ഉറുപ്പ്യൻ്റെ ഒരു ആവറേജ് കച്ചവടമുണ്ട്. പിന്നെ അത് ഇപ്പോൾ എന്തൊക്കെ ദസറ ആയതുകൊണ്ടാണ് കച്ചവടം. അല്ലെങ്കിൽ ഒന്നുകൂടി കൂടും. 30 പറഞ്ഞ് 12 ലിറ്റർ വരെ ചായ പോവും. പിന്നെ വാടകയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീൽസ് ഇപ്പോൾ നാളെ ഇടും. ചെറിയൊരു ഷോപ്പാണ്, ചെറിയൊരു കോണ്ടിനെൻ്റൽ ഷോപ്പാണ്. വലിയൊരു ചെറിയൊരു കോണ്ടിനെൻ്റൽ ഷോപ്പ്. പേൽ വാടകയ്ക്കാണ് 50 ഉറുപ്പ്യ വാടക, ഡെപ്പോസിറ്റ് 900 ഉറുപ്പ്യ ഡെയിലി. പിന്നെ ഏകദേശം വാടക 30 പറഞ്ഞു കൊടുക്കുന്നത്. മഴയാണ്, അതുകൊണ്ട് വലുത പുറത്തുനിന്ന് എടുക്കാനും പറ്റില്ല. ഈ കോർണറാട്ടോ അതാ തിലക് നഗറിൽ ഒരു ഹോൾസെയിൽ ഡിവിഷനാണ്, ഹോൾസെയിൽ ഏരിയ. തിലക് നഗറിൽ ബൈക്കിൻ്റെ ഒക്കെ അതൊക്കെ ബൈക്കുകളുടെ, പിന്നെ ഹോൾസെയിൽ അല്ല, ബൈക്കുകളുടെ യൂസ്ഡ് ബൈക്ക്, പിന്നെ ബൈക്കിൻ്റെ ഒക്കെ ഏരിയയാണ്. ഞാൻ അതും കൂടി ഇതിലൊരു കിട്ടിയ ലൈവ് പറഞ്ഞെടുക്കാൻ വേണ്ടി ആർക്കും യൂസ്ഡ് ബൈക്ക് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഇതാണ് കേട്ടോ ഏരിയ. തിലക് നഗർ, നമ്മുടെ പിന്നെ ജയനഗറിലെ തിലക് നഗറിൽ ഏരിയ മൊത്തം യൂസ്ഡ് ബൈക്കിൻ്റെ ഏരിയസാണ്. അവിടെ ഒരു ചെറിയൊരു കോണ്ടിനെൻ്റൽ ഷോപ്പാട്ടോ, ആ കാണുന്ന ഷോപ്പ് ചെറിയൊരു ഷോപ്പാണ്. പിന്നെ സിഗരറ്റ്, ചായ ആ ഐറ്റംസ് ഉള്ളത്. 10 ഉറുപ്പ്യൻ്റെ കച്ചവടം, 8 10 ഉറുപ്പ്യൻ്റെ കച്ചവടം ഇപ്പം ഉണ്ട്. ഇപ്പോൾ കൂടുതലൊന്നും പറയാമല്ല, ചെറിയ ഷോപ്പാണ്. മേൽവാടകയ്ക്കാണ് 50 ഉറുപ്പ്യ ഡെപ്പോസിറ്റ് വയ്ക്കുന്നത്. അപ്പോൾ റീൽസ് ഇൻഷാല്ലാ പിന്നെ നാളെ റീൽസ് ഇടും കേട്ടോ. അതിൻ്റെ ശേഷം വിളിച്ചാൽ ഞാൻ ഒന്ന് നോക്കട്ടെ. കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. മേൽവാടക അതൊന്നും വലിയ സീനൊന്നുമില്ല, നമുക്ക് അധികം അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കേട്ടോ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ പിന്നെ മുത്തമണി ഒന്നിൻ്റെ നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടോ. ഡീറ്റെയിൽസ് ഞാൻ വിട്ടുക, നാളെ തന്നെ വിട്ടുക. അപ്പോൾ നാളെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ തിരിച്ചാൽ നാളെ തന്നെ ഇടാൻ നോക്കണം ഇൻഷാല്ലാ. പിന്നെ അത് അന്വേഷിച്ച് നോക്കാനുണ്ട്. എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 900 ഉറുപ്പ്യന് ഏകദേശം വാടക മുപ്പര് പറഞ്ഞത്. പിന്നെ അതൊക്കെ ഇപ്പോൾ ഈ മാസം ഒരു പിന്നെ ബിൽഡിംഗ് ഓണർ വാടക കൂട്ടും മുപ്പർക്ക്. കാരണം അഗ്രിമെൻറ്റ് കഴിഞ്ഞ് പുതിയ അഗ്രിമെൻ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ 900 കുറച്ച് തരാൻ കഴിയില്ലെന്നാണ് മുപ്പര് പറയുന്നത്, മാക്സിമം. പിന്നെ കറണ്ട് വെള്ളമൊക്കെ വേണ്ടി ഒക്കെ ഫ്രീ ആട്ടോ, ഇൻക്ലൂഡാണ്. ആ ഒരു 900 ഉറുപ്പ്യ കൊടുത്താൽ മതി. ഇതിപ്പോൾ 900 ഉറുപ്പ്യയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ പിന്നെ മൂപ്പര് 8 to 10 ഉറുപ്പ്യൻ്റെ കച്ചവടം നടത്തുന്നുണ്ട്. അതൊക്കെ കൂടി 5 ഉറുപ്പ്യൻ്റെ കച്ചവടം കുറച്ചുകൂടിയൊക്കെ ഐറ്റം കൂട്ടിക്കാണ്ട് ഇടാൻ പറ്റുമോ നോക്കണം. എന്നാലേ ഇടാൻ പറ്റണം, എന്നാലേ അതൊക്കെ ഒരു കാര്യമുള്ളൂ. പുതുക്കി 10 ഉറുപ്പ്യ കിട്ടും വേണ്ടേ കേട്ടോ. അപ്പം സെവിയിൽ കൂടെ ഞാൻ ഡീറ്റെയിൽസ് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാ, ഞാൻ ഡീറ്റെയിൽസ് വിട്ടുതരാം. അപ്പോൾ അത് ശരി, താങ്ക് യു. ഇതാണ് ഷോപ്പ് ഒന്നുകൂടി കാണാം, ഷോപ്പിൻ്റെ ഉത്ഭാഗം ഒന്നും കാണാം. ശരിയേ ഉള്ളൂ. സാധാരണ മണിക്കൂർ CCTV ഒക്കെ ഉണ്ട്. ചായയാണ് മെയിൻ പോണ ഇവിടെ. ചായയും ബിസ്ക്കറ്റും പിന്നെ കൂൾ ഡ്രിങ്ക്സും ഒക്കെയാണ്. പിന്നെ സിഗരറ്റ് 3 ഉറുപ്പ്യ സിഗരറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ മുകളിൽ തന്നെ വലിയൊരു പീക്ക് കേട്ടോ. 40 റൂമുള്ളൊരു പീക്ക. 40 റൂം പറഞ്ഞാൽ 3, 4, 12, 100 കുട്ടികളായി ഒരു പീക്കാണത്. ജെൻസിൻ്റെ പീക്കാണ്. അപ്പോൾ സിഗരറ്റ് കച്ചവടമൊക്കെ പോകും. നല്ല ഏരിയ ആണ് കേട്ടോ, ഹോൾസെയിൽ ഏരിയയാണ്. ഇതൊന്നുകൂടിയൊക്കെ ഒന്ന് അട്രാക്റ്റീവ് ആക്കിയാണ്. ഈ കോർണറിൽ ഇപ്പോൾ സിഗരറ്റ് കടപ്പം തന്നെ ഉള്ളൂ ഈ ഭാഗത്ത്. അപ്പോൾ നല്ല കച്ചവടം കിട്ടുമെന്ന് ഉഷാറാക്കി മാത്രമായിട്ട് ടൈമിനൊക്കെ തുറന്ന് ടൈമിലൊക്കെ അടക്കാനില്ലൊക്കെ ഉഷാറായിട്ട് കച്ചവടം നടക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വിട്ടില്ല. അപ്പം പിന്നെ ബാക്കി നാളെ റീൽസിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു ബ്രോസ്.